ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചക്ക വെച്ച് ചക്ക ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ മീൻ പൊരിക്കണമുണ്ട്. അപ്പം അടുക്കളയിലേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. ആദ്യം ചക്കൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല മൂപ്പായ ചക്കൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പം ചക്കക്കാലം കഴിയാനായി. അതുകൊണ്ട് തന്നെ ചക്ക കൊണ്ടുള്ള എല്ലാ ഐറ്റവും വേഗം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ചക്കക്കാലം കഴിഞ്ഞാലും എടുത്തു വെച്ചാലും ഒക്കെ ഫ്രിഡ്ജിൽ ഒന്ന് എടുത്ത് വെച്ചാലൊക്കെ നമുക്ക് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിനി, ഷോർട്സ് ആക്കി, അതൊക്കെ കാണാം. അപ്പം എന്താ ചക്ക ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി, ചീനുള്ളി, വെളുത്തുള്ളി ഒക്കെ, വലിയ ഉള്ളി ഒക്കെ, കരിവേപ്പിൻ്റെ ഇല കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിന്. പിന്നെ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചക്കൊക്കെ അതാ അരിഞ്ഞ് വെച്ചിന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചക്ക ഇങ്ങനെ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ചക്കക്കുരുവൊക്കെ ഇതാ നിറയുണ്ട്. അപ്പോൾ ചക്ക പൊരിക്കാൻ വെച്ചത് ഇതാ പൊരിക്കാൻ എടുത്തണം കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് പൊരിച്ചിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് എടുത്തിട്ടുണ്ടായിനത്. അപ്പോൾ അടിപൊളി തന്നെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ നല്ല എരിഞ്ഞ് നല്ല പാകത്തിനാണ് ഇത് കിട്ടിയത് കേട്ടോ. ഞാൻ ചക്കപ്പൊരി ഉണ്ടാക്കിക്കാട്ട് കൊളായ ഒരു കുഞ്ഞ് ഷോർട്സൊക്കെ ഉണ്ടായിന്. അത് ചക്ക മൂക്കാത്തതുകൊണ്ടല്ല, അത് പൂത്തിട്ടാണ് കേട്ടോ. അത്യാവശ്യം പൂത്തതായതുകൊണ്ടാണ് അങ്ങനെ പൊരിഞ്ഞ് വരാഞ്ഞത് കേട്ടോ. അപ്പം ഇതാ നമ്മൾ ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കൊക്കെ ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, അത്യാവശ്യം വേവാനുള്ള വെള്ളം, അപ്പം അത് പറഞ്ഞിട്ട് നല്ല കുക്കറിൽ 2-3 വിസിൽ വേവായി നല്ല വരും കേട്ടോ. അപ്പോൾ അത് നല്ല വേവാക്കിയൊക്കെ എടുത്ത്, അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് ബീഫ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പാത്രത്തിലോട്ട് ചക്ക മാറ്റിയിട്ടോ. അപ്പോൾ ഇതാ അടുത്ത ബീഫ് നല്ലോണം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ബീഫിലോട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പം ആദ്യം തന്നെ ആ ചക്ക വേവിച്ച കുക്കർ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ അതിലത്തൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒക്കെ പാർന്ന് അതിലോട്ട് തന്നെ ഉള്ളിയും ചീനുള്ളിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ച കാര്യങ്ങളൊക്കെ അതിക്കിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ബിരിയാണി വെക്കുന്നത് എന്താണോ, ബീഫ് ബിരിയാണി വെക്കുമ്പോൾ അതിക്ക് എന്തെല്ലാം മസാല ഇടുന്നുണ്ടോ അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാവും അല്ലേ. അപ്പം ഞാൻ അതാ ഈ ഒരു കോലത്തിലൊക്കെയാണ് ഉണ്ടാക്കിയത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്യാവശ്യം മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ കുരുമുളകും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഗരം മസാലയൊക്കെ ലാസ്റ്റ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണേ. ചക്ക വേവിച്ച പാത്രമായതുകൊണ്ട് തന്നെ വേഗം അടി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബീഫൊക്കെ കഴുകിയതൊക്കെ അതിൽ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബീഫ് വേവാവാനുള്ള പാകം വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുക്കർ വിസിലൊക്കെ വരുത്തി അത്യാവശ്യം വേവായി വന്നു കേട്ടോ. ഇതിലേക്കിപ്പം ഗരം മസാല ഒക്കെ ഇടേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ഇട്ടത്. അപ്പം അത്യാവശ്യം 2 സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്. കൂട്ടത്തിൽ നല്ല അത്യാവശ്യം എരിവ്, പച്ചമുളക് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ നല്ല അത്യാവശ്യം കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ടിട്ടു, അതുകൊണ്ട് കുരുമുളക് പൊടി അത്യാവശ്യം ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ഗ്രേവിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം. പിന്നെ ഈ നേരത്ത് നല്ല ഉപ്പൊക്കെ പാകമാക്കണം കേട്ടോ. അപ്പോൾ ചക്ക നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ബീഫൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ പൂള ബിരിയാണി വെക്കുമ്പോൾ പൂള നല്ലോണം ഉടക്കയില്ലേ, അതേപോലെ ചക്ക നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കുക കേട്ടോ. ഇതിന് വലിയ മാറ്റമൊന്നുമില്ല. പൂള ബിരിയാണീൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ചക്ക ബിരിയാണി വെച്ചിട്ട് എനിക്ക് ടേസ്റ്റ് അങ്ങനെ തോന്നിയത് കേട്ടോ. അപ്പോൾ നല്ല കുരുമുളക് ഇടണം, നല്ല വെളിച്ചെണ്ണ പാർന്നെടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് വാഴൻ്റെ ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയുന്നവർ ഷെയർ ചെയ്യുക, അത്ര തന്നെ. അപ്പം ഓക്കെ, ടാറ്റാ, അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബൈ.